السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا حبيبنا محمد. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കുവാനും അത് കാരണമായി മഹാന്മാരായ പണ്ഡിതന്മാരോടും സലഫ് സാലിഹീങ്ങളോടും കൂടെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടി അർശിൻ്റെ തണൽ സമ്പാദിക്കുന്ന മുത്തഖീങ്ങളിൽപ്പെട്ട് ഹൗദുൽ കൗസർ റസൂലുള്ളാഹിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊടുക്കുന്ന മുഅ്മിനീങ്ങളിൽപ്പെട്ട് ഈ മഹാന്മാരോടൊപ്പം സ്വർഗത്തിലെത്തി നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ദീനിൻ്റെ ഖാദിമീങ്ങൾ, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവരെയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടി പരസ്പരം കണ്ട് സന്തോഷിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന വസിയ്യത്തോടു കൂടി ചില കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും വേണ്ടി നാം ഇന്ന് ആരംഭം കുറിക്കുന്നു. എല്ലാവരും വേണ്ടതുപോലെ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് സൗകര്യപ്രദമായി അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും എന്ന് നിങ്ങളോട് ആമുഖമായി പറയുന്നു. സമസ്ത ഒരു ചരിത്ര പഠനം, അതാണ് നമ്മുടെ വിഷയം. കാരണം സമസ്തയെക്കുറിച്ച് എന്തിനാണ് നാം പഠിക്കുന്നത്? ലോകത്തിൽ വേറെ എവിടെയും ഇങ്ങനെ ഒരു സംഘടന ഇല്ല. കേരളത്തിൽ മാത്രമാണ് ഇങ്ങനൊരു സംഘടന രൂപീകരിക്കേണ്ടി വന്നത്. 100 കോടിയിലധികം മുസ്ലിമീങ്ങൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്നാൽ 80 ലക്ഷം മുസ്ലിമീങ്ങൾ തികയാത്ത ഒരു പ്രദേശമാണ് ഇപ്പോഴും കേരളം. കാരണം ചെറിയൊരു സംസ്ഥാനമാണ്. 3 കോടിയും ചില്ലറയും ആളുകളാണ് കേരളത്തിൽ മൊത്തത്തിലുള്ളത്. അതിൽ 80 ലക്ഷം മുസ്ലിമീങ്ങളെ കേരളത്തിലുള്ളൂ. 80 തന്നെ തികഞ്ഞോ എന്ന് സംശയമാണ്. കൂടിയാൽ 80 ലക്ഷം. ഈ 80 ലക്ഷം മുസ്ലിമീങ്ങൾ ഇന്ന് ഉള്ള ഈ കേരളത്തിൽ ചിലപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് രൂപം നൽകുമ്പോൾ 10 ലക്ഷം മുസ്ലിമീങ്ങളും അഥവാ 90 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടാകണം എന്നില്ല. 1924 ഇങ്ങനെ മഹത്തായ ഒരു സംഘടനയ്ക്ക് രൂപം നൽകേണ്ടി വന്നു. നൽകാനുള്ള കാരണങ്ങളൊക്കെ എല്ലാവരും അറിയുന്നതാണ്. ഒരു പ്രശ്നവുമില്ലാതെ മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് കേരളത്തിൽ വന്ന് കാണിച്ചു തന്ന പരിശുദ്ധമായിരിക്കുന്ന ദീനിൻ്റെ കാര്യങ്ങൾ ആർക്കും ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ നിരാക്ഷേപം എല്ലാവരും തുടർന്നു പോന്ന് ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഓരോ നാട്ടിലുള്ള പള്ളി ഖത്തീബുമാർ, അല്ലെങ്കിൽ അവിടെയുള്ള ഖാദിമാർ, അല്ലെങ്കിൽ ആ പള്ളിയുള്ള മുദരിസ്, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള പ്രഗത്ഭനായിരിക്കുന്നൊരു പണ്ഡിതൻ, ആ പണ്ഡിതൻ ആ നാട്ടുകാരോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖത്തീബ് പറഞ്ഞാൽ, മുദരിസ് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാതെ പരിശുദ്ധമായിരിക്കുന്ന ദീനിൻ്റെ വിധിവിലക്കുകൾ വേണ്ടതുപോലെ അംഗീകരിച്ച് ആദരിച്ച് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ സിയോണിസ്റ്റുകളുടെ ഏജന്റുകളായി, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഏജന്റുമാരായി ഒരു വിഭാഗം പണ്ഡിത വേഷധാരികൾ ഈ കേരളക്കരയിലേക്ക് കടന്നു വന്നു. അവർ ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിലൊന്നും നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ അതത്ര മുഖവിലക്കെടുത്തില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സിറ് വളരെ വ്യാപകമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മഹാന്മാരായിരിക്കുന്ന പൂർവികരായ പണ്ഡിതന്മാർ കോഴിക്കോട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും അവിടെ വെച്ച് അവർ ആലോചന നടത്തുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും, അതാണല്ലോ ഇസ്ലാം, അതാണ് ദീന്, അത് വികലമാക്കാൻ ഒരു കക്ഷി ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് ആ കക്ഷിയെ നാം ഇപ്പോൾ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ പേപ്പട്ടിയെപ്പോലെ നമുക്കത് വലിയ ശല്യമായി തീരും. മനസ്സിലാക്കിയ പേപ്പട്ടിയെപ്പോലെ എന്ന് ഞാൻ അവരൊക്കെ പട്ടികളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. പേപ്പട്ടി ഒരു നാട്ടിൽ ചിലപ്പോൾ ഒന്നേ ഉണ്ടാവൂ, അഥവാ പിരാന്ത് പിടിച്ച പട്ടി. അല്ലേ? ആ പിരാന്ത് പിടിച്ച പട്ടി ഒന്നുണ്ടായാൽ മതി ഒരുപാട് ആളുകളെ അത് ഉപദ്രവിച്ച് വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ടുണ്ടാകും.
അതുപോലെ വളരെ എണ്ണത്തിൽ ആളുകൾ അവർ കുറവാണെങ്കിലും അവർ ഈ ജനങ്ങളുടെ ഇടയിൽ നടന്ന് വസുവാസുണ്ടാക്കി പരിശുദ്ധമായിരിക്കുന്ന ദീനിൻ്റെ സത്യമായ മുഖം അവർ മറച്ചു കളയും. അതുകൊണ്ട് പണ്ഡിതന്മാർ തീരുമാനിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. കേരള ജംഇയ്യത്തുൽ ഉലമ എന്നായിരുന്നു ആ കമ്മിറ്റിയുടെ പേര്. അന്ന് ഈ വഹാബി പരിസരങ്ങളിൽ ചിലരും അതിൽ നുഴഞ്ഞു കയറിയിരുന്നു. കാരണം അന്നിങ്ങനെ ഇവരുടെ ഈ തറാവീഹിൽ നിസ്കരിക്കണ്ട, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ സുബഹിക്ക് കുനൂത്തോലണ്ട, അല്ലെങ്കിൽ മറ്റുള്ള ഇവരെന്ന് പറയുന്ന ഈ മുടന്തൻ ന്യായങ്ങളൊന്നും തുടക്കത്തിൽ അവരടുത്തുണ്ടായിരുന്നില്ല. ഇല്ലാതെ അങ്ങനെ അവരൊന്ന് പറയാത്തതിൻ്റെ പേരിൽ പൂർവികരായിരിക്കുന്ന സാത്വികരായ പണ്ഡിതന്മാർ അവരെ അങ്ങനെ സംശയിച്ചില്ല. അതിൻ്റെ പേരിൽ അവരിൽ ചിലരും ഇതിലുണ്ടായിരുന്നു. അങ്ങനെ 924 ഐക്യസംഘം എത്തിനെതിരായിക്കൊണ്ട് രൂപീകൃതമായ ഈ പണ്ഡിത സംഘടന അന്നത്തെ ചുറ്റുപാടനുസരിച്ച് ചെറിയ രൂപത്തിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിങ്ങനെ 1, 2, 3 കൊല്ലം പ്രവർത്തിച്ചു വന്നപ്പോൾ അതിൻ്റെ ഒരു വാർഷിക സമ്മേളനം ഫറൂഖിൽ വെച്ച് ചേരാൻ പണ്ഡിതന്മാർ തീരുമാനിച്ചു. അന്നത്തെ സൗകര്യമനുസരിച്ച് ഇന്നുള്ളതുപോലെ വലിയ ഫ്ലക്സ് ബോർഡുകളോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെ മെസ്സേജുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യങ്ങളോ ഒന്നും അന്നില്ല. അന്നത്തെ സൗകര്യമനുസരിച്ച് അതിന് പ്രചരണം നടത്തി, നോട്ടീസ് അടിച്ചു, ചെറിയ കോലത്തിൽ പോസ്റ്റർ അടിച്ചു. അങ്ങനെ അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ അത് വിതരണം ചെയ്തു. ജനങ്ങൾ സമ്മേളനത്തിന് വരങ്ങാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു മഹാനവറുകൾക്ക് കോടതിയിൽ നിന്നൊരു നോട്ടീസ്. കോടതിയുടെ ആമീൻ വന്നിട്ട് പറയുന്നു, നിങ്ങൾ ഈ സമ്മേളനം നടത്താൻ പാടില്ല. കാരണം ഈ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ സംഘടന ഇവിടെ ഒരു കക്ഷി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ സമ്മേളനം പേരിൽ നിങ്ങൾ നടത്താൻ പാടില്ല. നിങ്ങൾ നോക്ക്, ആദ്യം ഈ വഹാബികൾ കളവ് തുടങ്ങിയിരുന്നു. പള്ളി കക്കുന്നതിന് മുമ്പ് അവർ ആദ്യം കട്ടത് ഈ സംഘടനയാണ്. അങ്ങനെ ഒരു വിഷമസന്ധി വന്നപ്പോൾ മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട മർഹൂം അഹമ്മദ് കോയ സാലിയാത്തി നബ്ബറല്ലാഹു മർഖദഹു മഹാനവറുകളെ സമീപിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളെ സമ്മേളനം നമുക്ക് നടത്തുകയും വേണം, നിയമപരമായി നമുക്കിതിന് സാധിക്കൊന്നും ഇല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട സാലിയാത്തി അവർ പറഞ്ഞു, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കമ്മിറ്റിയല്ലേ അവർക്കുള്ളത്, നാം ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അങ്ങനെ ആ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ സമസ്ത എന്നുകൂടി കൂട്ടിക്കൊടുത്ത് കോടതിയിൽ രണ്ടാമതൊരു അഫിഡവിറ്റ് കൊടുത്തു. ഞങ്ങൾ നടത്തുന്ന സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനമാണ്. അതിന് കുറച്ച് പോസ്റ്ററുകൾ, ആ പോസ്റ്ററിൻ്റെ ബാക്കിൽ സമസ്ത എന്നുള്ള ചെറിയ കുറിപ്പ് തൽക്കാലം അച്ചടിച്ച് കോഴിക്കോട് ഭാഗങ്ങളിലും ഫറൂഖിലായിരുന്നു സമ്മേളനം നടന്നിരുന്നത്, ആ ഭാഗത്തും അതിന് പിന്നിൽ അത് കൊണ്ടുപോയി ഒട്ടിക്കുകയും കോടതിയിൽ ഈ അഫിഡവിറ്റ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ സമ്മേളനം ഭംഗിയായി നടത്തുകയും ചെയ്തു. അവിടുന്നാണ് നമ്മൾ പണ്ഡിതന്മാർ ചിന്തിക്കുന്നത്, ഇങ്ങനെ വഞ്ചന നടത്തുന്ന മുസ്ലിംമാരുടെ കോലത്തിൽ തലീക്കെട്ട് കെട്ടിയ മുസ്ലിംമാരുടെ കോലത്തിൽ ഇവിടെ ജീവിച്ചു വരുന്ന ചില ആളുകൾ ഈ ദീനിന് ഇങ്ങനെ വിപത്തുണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അന്നത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ ഒന്നുകൂടി സടകുടഞ്ഞെഴുന്നേറ്റു. അങ്ങനെ പ്രവർത്തനം ഒന്നുകൂടി ഉഷാറാക്കി. 936 ആകുമ്പോഴേക്കും നമ്മളെ സംഘടനയും സൊസൈറ്റീസ് ആക്ട് രജിസ്റ്റർ പ്രകാരം അത് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ പ്രവർത്തനം തുടങ്ങി. ഞാനിത് വളരെ ദീർഘിപ്പിച്ച് പറയുകയല്ല, അത്യാവശ്യം കാര്യം ആദ്യം ഒന്ന് തുടങ്ങി എന്നേ ഉള്ളൂ. അങ്ങനെ 924 രൂപീകൃതമായി. അത് 34, 44, 54, 64, 74 അതിൻ്റെ ദീർഘമായിരിക്കുന്ന 50 കൊല്ലം പിന്നിട്ടു. ഈ 50 കൊല്ലം പിന്നിട്ടപ്പോൾ അന്നുള്ള സാത്വികരായിരിക്കുന്ന പണ്ഡിതന്മാർ അവർക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ പ്രവർത്തിക്കുകയും ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രവർത്തനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് മുബത്തദഈങ്ങൾ അഥവാ വഹാബികൾ, മൗദൂദികൾ, അതുപോലെയുള്ള കക്ഷികൾ അവര് ഭൗതികമായിരിക്കുന്ന ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി
ആ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലുള്ള പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ വരുതിയിലാക്കാൻ ഒരുങ്ങുകയും കുറെ മൗലവിമാര് അവരൊന്നും തിരിയാത്തവരാണ്, അവർ വെറും പള്ളിയുടെ മൂലയിൽ ചടഞ്ഞിരിക്കുന്നവരാണ്, ഞങ്ങളാണ് പൊതുപ്രവർത്തകര്, അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനമാണ് ഇവിടെ ആവശ്യമുള്ളത്, ആ മൗലവിമാരുടെ കൂടെ നിങ്ങൾ നിൽക്കരുത്, അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കൂടരുത്, അതൊക്കെ പഴഞ്ചന്മാരാണ് എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു നടക്കുകയും എന്നാൽ വേണ്ടതുപോലെ അതിന് പ്രതിരോധിക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയും ചെയ്ത ആ സന്ദർഭത്തിൽ ഇവിടെയുള്ള ഭൗതികവാദികളുടെ പിന്തുണയോടുകൂടി ഈ ഉൽപ്പതിഷ്ണുക്കൾ ഒന്ന് കേരളത്തിൽ വിലസാൻ തുടങ്ങി. അവരിങ്ങനെ വിലസാൻ തുടങ്ങി. എന്നിട്ട് അവര് മറ്റു പലരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ഗൾഫ് നാടുകളിൽ ചെന്ന് അവിടെയുള്ള അറബി സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിച്ച്, എത്രത്തോളം അന്ന് സമസ്തക്കുണ്ടായിരുന്ന മദ്രസകൾ, ആ മദ്രസകളുടെ എണ്ണമൊക്കെ ഇവർ ശേഖരിച്ച് കേരളത്തിൽ ഞങ്ങൾ നവോത്ഥാനം നടത്തുന്നവരാണ്, ഞങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നവരാണ്, ഞങ്ങൾ ശിർക്കിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് അവരെ ധരിപ്പിക്കുകയും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുള്ള ചില മക്ബറകളിൽ പലരും നടത്തുന്ന അനാചാരങ്ങൾ അവർ ഫോട്ടോ എടുത്ത് അത് വീഡിയോ ക്ലിപ്പാക്കി ഈ സാധുക്കളായിരിക്കുന്ന അറബികൾക്ക് കാണിച്ചു കൊടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇതൊക്കെയാണ് കേരളത്തിലുള്ള ചില മുസ്ലിംമാർ ചെയ്യുന്നത്, അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രവർത്തനം, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണമെന്ന് കള്ളത്തരത്തിൽ പിരിവ് നടത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ അന്നുണ്ടായിരുന്ന മദ്രസകളുടെ എണ്ണങ്ങളൊക്കെ പറഞ്ഞ് അതിൽ ഇത്ര കുട്ടികളുണ്ട്, ഇത്ര അധ്യാപകരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് നവോത്ഥാനത്തിന് വേണ്ടി കാശ് വേണമെന്ന് പറഞ്ഞ് കള്ളത്തരത്തിൽ അവർ കുറെ കാശുണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെയുള്ള സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ പറ്റിക്കാൻ തുടങ്ങുന്ന വിവരം ഇവിടെ വേണ്ടതുപോലെ മനസ്സിലാകുന്ന ഒരു 50 കൊല്ലമാകുമ്പോഴേക്കാണ്. അതുകൊണ്ട് ഈ 50 കൊല്ലക്കാലം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം തുലോം കുറവായിരുന്നു എന്ന് സമ്മതിക്കാം. കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഒരു വെള്ളി നക്ഷത്രം കണക്കെ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് തൻ്റെ കർഷകനായിരിക്കുന്ന പിതാവ് പട്ടിണി കിടന്നിട്ട് പോലും തൻ്റെ മകനെ പരിശുദ്ധമായിരിക്കുന്ന ദീന് പഠിപ്പിച്ച് നല്ല ഒരു ആലിമാക്കി മാറ്റി. വെള്ളൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്നും മതബിരുദത്തിൽ വലിയ സ്ഥാനം നേടിക്കൊണ്ട് മഹാനവറുകൾ അടുത്ത പ്രദേശമാകുന്ന മങ്ങാടി എന്ന് പറഞ്ഞ പ്രദേശത്ത് ദർസ് തുടങ്ങുകയും ഒരുപാട് മുത്തഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുകയും അങ്ങനെ കുറച്ചു കാലം ഇവിടെ ദർസ് നടത്തി. പിന്നീട് കോളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തി. അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ ദർസ് നടത്തിയിട്ട് തൻ്റെ സ്വന്തം പ്രദേശമാകുന്ന കാന്തപുരത്ത് അസീസിയ അറബിക് കോളേജ് എന്ന പേരിൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ, ഏകദേശം 100ഓളം മുത്തഅല്ലിമീങ്ങൾ തുടക്കത്തിൽ തന്നെ അതിലുണ്ട്. പ്രഗത്ഭരായിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അല്ലേ, നാം ചെറിയ AP എന്നറിയപ്പെടുന്ന കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ കാന്തപുരത്ത് ദർസ് നടത്തിയിട്ട് ബഹുമാനപ്പെട്ടവർ കാന്തപുരത്ത് ഓതിപ്പടിച്ച് കാന്തപുരത്ത് ദർസ് നടത്തിയിട്ട് കാന്തപുരം എന്ന പേരിൽ അറിയപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ടവർ ആ പ്രദേശത്തുകാരനല്ല, പക്ഷേ അറിയപ്പെടുക കാന്തപുരം മുഹമ്മദ് മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാരാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ കീഴിൽ തന്നെ ഓതുകയും ബഹുമാനപ്പെട്ടവർ പോയി ബിരുദം വാങ്ങി ആ ഉസ്താദിന്റെ കൂടെ തന്നെ 2ാമത് ദർസായി അവിടെ ജോലി നോക്കുകയും ചെയ്തപ്പോൾ 2ആളുടെ ഇനീഷ്യലും AP ആണ്. അങ്ങനെ നാട്ടുകാർ വലിയ AP ചെറിയ AP എന്ന അപരനാമത്തിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. ചെറിയ AP ഉസ്താദ് എന്ന് പറയും, AP മുഹമ്മദ് മുസ്ലിയാരെ. AP ഉസ്താദ് എന്ന് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ മഹാനവറുകളെയും പറയും. അങ്ങനെ ആ കാന്തപുരത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ മറ്റുള്ള ദർസ് നടത്തുന്ന ആ സമയത്താണ് ഒരു ഉൾവിളി കണക്കെ മഹാനായ ശംസുൽ ഉലമ മർഹൂം EK അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകൾ തീരുമാനിക്കുന്നു. ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതനായിരുന്നു. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം തൻ്റെ ആയുഷ്കാലം ജീവൻ ബലിയർപ്പിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ഏതാനും കുറഞ്ഞ കാലം മുബ്തദീങ്ങളുടെയും രാഷ്ട്രീയ സുന്നികളുടെയും സെഹർ ബാധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ
AP ഉസ്താദിനും സുന്നത്ത് ജമാഅത്തിനുമെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ മഹാനവറുകളുടെ ഇബാദത്തിന്റെയും ഇൽമിന്റെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചത് നിസ്സാരമാണ്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അത് മാറ്റുകയും ബഹുമാനപ്പെട്ടവർ ആ ചിന്താഗതിയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഇൻഷാ അള്ളാഹ് അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ആ ശംസുൽ ഉലമയുടെ ദീർഘദൃഷ്ടിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സമസ്തയിലെത്തിച്ചത്. ഇന്നത് രാഷ്ട്രീയ മേലാളന്മാരുടെ ഹുങ്ക് കാരണം അധികാര ദണ്ടുപയോഗിച്ചുകൊണ്ട് മറുഭാഗം കൈയടക്കി വെച്ചു. എന്നാൽ ആ മഹാന്മാരുടെ ആദർശമനുസരിച്ച് ഒന്നും അവിടെ നടക്കുന്നില്ല എന്ന് ഖേദപൂർവം സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇൻഷാ അള്ളാഹ് ഇവിടെ മുസ്ലിം ജമാഅത്ത് ശക്തി പ്രാപിച്ചു വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആളുകളെ റെഡിയാക്കി ഒക്കെ ലെവലായി വരുമ്പോൾ അത്തരം സ്ഥാപനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി സുന്നികളുടെ കയ്യിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അക്രമം ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാട്ടിയിട്ടോ അതൊന്നും പിടിച്ചടക്കാൻ നമ്മളാരും മിനക്കെടുകയില്ല. ആ ജന്നത്തുൽ ഉലൂം അറബിക് കോളേജിൽ വെച്ച് ചേർന്ന മുശാവറ യോഗത്തിലാണ് 974 ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു മുശാവറ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ ആ കാലത്തിനിടയിൽ മുശാവറയിൽ ഇരുന്ന് തഴമ്പിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. AP ഉസ്താദിനേക്കാൾ കൂടുതൽ പ്രായമുള്ളതിന്റെ പേരിൽ മുശാവറയിൽ ചേർന്ന് 1974 പാലക്കാട് ജന്നത്തുൽ ഉലൂം അറബിക് കോളേജ് മഹാനായ എൻ്റെ അടുത്ത നാട്ടുകാരൻ വണ്ടൂരിനടുത്തുള്ള പാണ്ടിക്കാട് സ്വദേശി മർഹൂം ബാപ്പു മുസ്ലിയാർ മഹാനവറുകളും ബഹുമാനപ്പെട്ട മർഹൂം EK ഹസൻ മുസ്ലിയാർ മഹാനവറുകളുടെയും രക്തം ചിന്തിക്കൊണ്ട് പടുത്തുയർത്തിയ ആ സ്ഥാപനം ഇന്ന് നായിക്കും നരിക്കുമല്ലാത്ത രൂപത്തിൽ ചേളാരികൾ അത് കൈകാര്യം ചെയ്ത് കൈയടക്കി വെച്ചിരിക്കുകയാണ്. മഹാനായ ബാപ്പു മുസ്ലിയാർ പാലക്കാടിന്റെ നെല്ലറകളിൽ ചെന്ന് തലച്ചുമടായി നെല്ല് തലയിലേറ്റിക്കൊണ്ടുവന്ന് അവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണത്തിനും മറ്റുമൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ച് നെല്ല് കൊണ്ടുവന്നിരുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട പാണ്ടിക്കാട് ബാപ്പു മുസ്ലിയാർ മഹാനവറുകൾ. അവരുടെ ഖബർ അള്ളാഹു സന്തോഷമായി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ അധ്വാനിച്ച് വളർത്തിയെടുത്ത ആ മുശാവറയിൽ വന്ന് തഴമ്പിച്ച ആളുകളുണ്ട്. ആ തഴമ്പിച്ച നേതാക്കളാകുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അധികം താമസിയാതെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ മുശാവറയുടെ സെക്രട്ടറിമാരിൽ ഒരാളായി നിയമിക്കപ്പെടുന്നു. ഒരു കമ്മിറ്റി ഉണ്ടാകുമ്പോൾ അതിന് കുറെ മെമ്പർമാർ, അതിൽ നിന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഖജാൻജി, ഇങ്ങനെ പ്രധാന ഭാരവാഹികൾ, പിന്നെ മെമ്പർമാരും. എന്നാൽ അതിലേറ്റവും കൂടുതൽ സ്ഥാനമർഹിക്കുന്ന അഥവാ പ്രവർത്തന സജ്ജമായ ഒരു തസ്തികയാണ് സെക്രട്ടറി എന്നുള്ള തസ്തിക. ആ സെക്രട്ടറി സ്ഥാനത്ത് മഹാനായ പണ്ഡിത കേസരി ശംസുൽ ഉലമ മഹാനവറുകളാണ്. മഹാനവറുകൾക്ക് കുറെ പ്രായാധിക്യമുണ്ട്, കുറെ പ്രായം അന്ന് തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഊർജ്ജസ്വലനായ ഒരാൾ എൻ്റെ സഹപ്രവർത്തകനായി വരണമെന്ന് മഹാനായ ശംസുൽ ഉലമ തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദ് സമസ്തയിലേക്ക് കടന്നു വന്ന് അധികം താമസിയാതെ തന്നെ സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാളായി അന്നത്തെ ആ ചെറുപ്പക്കാരൻ 974 എന്ന് പറയുമ്പോൾ എത്ര കൊല്ലം മുമ്പാ നിങ്ങൾക്കറിയോ? 48 കൊല്ലം മുമ്പാണത്. അപ്പോൾ AP ഉസ്താദിന് ഇന്നുള്ള വയസ്സിന്റെ പകുതി പോലും ആകുന്നതിന് മുമ്പ് ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ, കർമ്മധീരനായ ഒരു പണ്ഡിതൻ, എല്ലാവരെയും വാഗ്ദരണി കൊണ്ട് ആകർഷിക്കുന്ന ഒരു പ്രഭാഷകൻ, എല്ലാവരോടും വളരെ സൗഹൃദത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും പെരുമാറുന്ന ഒരു മഹാപണ്ഡിതൻ, എല്ലാം ഒത്തിണങ്ങിയ ഒരാളെ ശംസുൽ ഉലമ കണ്ടെത്തുകയും ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഉസ്താദ് അവറുകളെ സെക്രട്ടറിമാരിൽ ഒരാളാക്കുകയും ചെയ്തു. ഇവിടെ മുതൽ നമ്മുടെ സമസ്തയിൽ പ്രശ്നം തുടങ്ങുകയാണ്. അങ്ങനെ സെക്രട്ടറിയാക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം അതിൻ്റെ
ചുക്കാൻ തന്നെ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ കൈകളിൽ വന്നു. വരാനുള്ള കാരണം AP ഉസ്താദ് അവർ സ്വന്തമായി ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ മനസ്സിൽ വന്നു. ആ വന്ന തീരുമാനങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട നേതാക്കളുമായി പങ്കുവച്ചു. ആ പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് വെറും ഒരു ആലിമീങ്ങളുടെ സംഘടന. ആ സംഘടന നാം വെറും മാസത്തിൽ യോഗം ചേർന്നാൽ മാത്രം പോരാ, അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ യോഗം ചേർന്നാൽ പോരാ. ചില കർമ്മ പദ്ധതികൾ നമുക്കിവിടെ ആവിഷ്കരിക്കണം. ഇവിടെയുള്ള ഈ സമുദായത്തെ നാം കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരണം. എന്നും ഈ സമുദായം ആരാന്റെ വിറകുപെട്ടികളും വെള്ളം കോരികളുമായി അതപ്പതിക്കരുത്. അവർക്ക് ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസം നൽകണം. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാവിധ പുരോഗതിയും നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ടുണ്ടാകണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ അതൊക്കെ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഭരണഘടന അങ്ങനെ ഏട്ടിലെ പശുവിനെ പോലെ ഇങ്ങനെ തുടർന്നാൽ പോരാ, നമുക്കത് പ്രാവർത്തികമാക്കണം. അങ്ങനെ 1-2 കൊല്ലം ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുന്നത് മഹാന്മാരായ നേതാക്കളുമായി പങ്കുവെക്കുകയും അങ്ങനെ പങ്കുവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ശംസുൽ ഉലമയുടെയും റഈസുൽ മുഹഖഖ് മർഹൂം കണ്ണിയത്ത് ഉസ്താദിന്റെയും ഒക്കെ പരിപൂർണമായിരിക്കുന്ന പിന്തുണ കാന്തപുരം ഉസ്താദിനുണ്ടായപ്പോൾ പ്രവർത്തന ഗോതയിലേക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു ഒറ്റയാൾ പടയാളിയായിക്കൊണ്ട് മുന്നിലോ പിന്നിലോ നോക്കുമ്പോൾ ചിലപ്പോൾ ആളുകളില്ല. പക്ഷേ ഞാനൊരു ആദർശത്തിന്റെ പേരിലാണ്, ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം എനിക്കുണ്ടാകും എന്ന അചഞ്ചലമായിരിക്കുന്ന ഉറച്ച മനോദാർഢ്യതയോടുകൂടി ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർ രംഗപ്രവേശനം ചെയ്തു. ഈ രംഗപ്രവേശനം ചെയ്യുന്ന ആ സന്ദർഭത്തിൽ തന്നെയാണ് കേരളത്തിലുള്ള വലിയ മുസ്ലിം രാഷ്ട്രീയ ശക്തിയാകുന്ന ഉരുക്കുകോട്ട പോലെ അതുവരെ നിന്നിരുന്ന ആ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മഹാനായ മർഹൂം ബാഫഖി തങ്ങളുടെ മരണശേഷം അതൊരു പിളർപ്പിന്റെ വക്കിലെത്തുന്നത്. അത് പിളരുകയാണ്. 2 കൂട്ടരും 2 ഭാഗത്തും തങ്ങന്മാർ. ഒരു ഭാഗത്ത് സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ മർഹൂം, മറുഭാഗത്ത് മഹാനായ മർഹൂം പൂക്കോയ തങ്ങൾ കുറച്ചു കാലം, പിന്നീട് തന്റെ പ്രിയപ്പെട്ട പുത്രൻ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഈ 2 കക്ഷികളും 2 ഭാഗത്തായി എന്ന് മാത്രമല്ല, പരസ്പരം ചളിവാരി എറിയുകയും പരസ്പരം പ്രത്യാരോപണങ്ങൾ നടത്തുകയും അങ്ങനെ ഈ സമുദായത്തിന് ദുഷ്പേരുണ്ടാക്കുകയും ചെയ്യുന്നൊരു ഘട്ടമായിരുന്നു 974-ന്റെയും 84-ന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ മോശമായ ആ കാലഘട്ടം. എത്രത്തോളം സയ്യിദ് ഉമർ ബാഫഖി തങ്ങളെ മയ്യത്ത് മമ്മൂക്കയുടെ നെഞ്ഞത്ത് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ലീഗുകാർ ഇപ്പുറത്തുണ്ടായിരുന്നു. പാണക്കാട പറങ്കോട എന്ന് പറഞ്ഞ് പൂക്കോയത്തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന മുസ്ലിം ലീഗുകാർ അപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനെ വളരെ മലീമസമായിരിക്കുന്ന ഒരു കാലം. ഈ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ സമസ്തയുടെ പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ രംഗത്ത് കൊണ്ടുവരുന്നത്. ഈ പ്രവർത്തനം കണ്ടപ്പോൾ സാധാരണ ഇദ്ദേഹം ഒരു മുസ്ലിയാരായിരുന്നു, ഒരു പള്ളിയിൽ ദർസ് നടത്തുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ രംഗത്തിറങ്ങി ഇങ്ങനെ ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരുങ്ങിയാൽ ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് അഡ്രസ് ഇല്ലാതെ പോകും, രാഷ്ട്രീയ കക്ഷികൾക്ക് ഇവിടെ നിലനിൽപ്പില്ലാതെയാകുമെന്ന് മനസ്സിലാക്കിയ രാഷ്ട്രീയക്കാർ, അവർക്ക് വേദമോതി കൊടുക്കുന്ന മുബ്തദിഈങ്ങൾ, ഇടക്കൊന്ന് പറഞ്ഞു കൊള്ളട്ടെ, ഈ മുബ്തദിഈങ്ങൾ 924 അവരോട് ഉണ്ടായിരുന്നെങ്കിലും സമസ്തയുടെ മദ്രസയുടെ കണക്കൊക്കെ പറഞ്ഞ് അവർ കുറെ കാശ് പിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ദൂർത്തടിച്ചിരുന്നെങ്കിലും ആളുകളെ കൂട്ടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അംഗബലം അവർക്കില്ലായിരുന്നു, ഇന്നും ഇല്ല. അല്ലെ, കേരളത്തിലുള്ള 95% മുസ്ലിമീങ്ങളും സുന്നികളാണ്, 95%. ബാക്കിയുള്ള 5% മാത്രമാണ് വഹാബികളും മൗദൂദികളും തബ്ലീഗുകാരും ഖാദിയാനികളും ചേകനൂരികളും യുക്തിവാദികളും മതമില്ലാത്തവരും പലരുമായിട്ടുള്ളത് വെറും 5. ഇന്നും ഈ സമുദായത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇനി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോലും രംഗത്ത് വന്ന സ്ഥിതിക്ക് ഇതിനെ ഒന്ന് തടയിട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കക്കള്ളിയില്ല എന്ന് ഈ വഹാബികൾ മനസ്സിലാക്കുകയും
മൗദൂദികൾ മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ നേരിട്ട് വന്ന് ഇവിടെ മുട്ടിയാൽ അവർക്ക് നടക്കുകയില്ല എന്ന തിരിച്ചറിവുള്ളതിന്റെ പേരിൽ അവർ ഈ രാഷ്ട്രീയത്തിൽ നുഴഞ്ഞു കയറി. മുസ്ലിം ലീഗാകുന്ന രാഷ്ട്രീയത്തിൽ അവർ നുഴഞ്ഞു കയറി. ആ നുഴഞ്ഞുകയറ്റം നേരത്തെയുള്ള പണ്ഡിതന്മാർ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല. അത് രാഷ്ട്രീയക്കാരല്ലേ, അവരെന്തോ ചെയ്തോട്ടെ എന്ന് നിലക്ക് നിന്നു. പക്ഷേ മഹാനായ കാന്തപുരം ഉസ്താദ് രംഗത്ത് വന്നപ്പോൾ കാന്തപുരം ഉസ്താദ് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വഹാബികൾക്കെതിരെ ശക്തമായിരിക്കുന്ന നിലപാടെടുത്തു. 1974 മുമ്പ് കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിൽ തന്നെ 11-ലധികം പള്ളികൾ ഈ വഹാബികൾ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ തട്ടിയെടുത്തിരുന്നു. ഉദാഹരണം ഞാനൊന്ന് പറയട്ടെ. കോഴിക്കോട് മഹിയുദ്ദീൻ പള്ളി, ഞാനൊക്കെ കണ്ണൂർ ജില്ലയിലാണ് ഞാൻ ഓതി പഠിച്ചത്. ഞാൻ അങ്ങോട്ട് പോകുന്ന കാലത്ത് അന്ന് ഇന്നത്തതുപോലെ യാത്രാ സൗകര്യമുള്ള കാലമല്ല. എൻ്റെ നാട്ടിൽ നിന്ന്, അഥവാ ഞാൻ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് ചോക്കാട് പഞ്ചായത്തിൽ കല്ലാമൂല, TC കല്ലാമൂല എന്ന പേരിലാണ് പലരും എന്നെ അറിയപ്പെട്ടിരുന്ന. കുറെ കാലം ഗൾഫിലായപ്പോൾ ദുബൈയിലെ TC എന്നും പറഞ്ഞിരുന്നു. ഈ കല്ലാമൂലയിൽ നിന്നും ഞാൻ കണ്ണൂരിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് ഇടത്താവളമാക്കിയിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ വൈകുന്നേരമാകുമ്പോഴേക്കും കോഴിക്കോടെത്തും. ഇന്ന് മഹിയുദ്ദീൻ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അന്ന് ചെറിയ ഒരു നിസ്കാരപ്പള്ളിയാണുള്ളത്. ആ നിസ്കാരപ്പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ഒരു വയസ്സായ ഉമ്മാമ കഞ്ഞിയും പൂളയും ഒക്കെ വിൽക്കുന്ന ഓല ഷെഡിലുള്ള ഒരു ചെറിയ കച്ചവടം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ആ പള്ളിയിൽ അന്ന് കൂടും. ഒരു മുക്കാല്, അന്നത്തെ മുക്കാലുള്ള കാലമാണ്, ഇന്നത്തെ പോലെ പൈസയല്ല, മുക്കാലാണ്. മുക്കാല് അണ, അരയണ, കാലണ ഒക്കെ പറയുന്ന കാലം. ഒരു മുക്കാൽ എന്ന് പറഞ്ഞാൽ ആ മുക്കാലിന് ഇന്നത്തെ മൂല്യം 4 പൈസയാണ്. ഈ 4 പൈസ കൊടുത്താൽ എനിക്ക് മൃഷ്ടാന്നം ഭക്ഷിക്കുവാനുള്ള ഭക്ഷണം വൈകുന്നേരം കിട്ടും. അപ്പൊ ഞാൻ ആ ഉമ്മാമാന്റെ അടുത്ത് 1 മുക്കാല് കൊടുത്ത് ഞാൻ പല പ്രാവശ്യവും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഈ ഉമ്മാമ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിർമ്മിച്ച പള്ളിയായതിന്റെ പേരിൽ തിങ്കളാഴ്ച രാവ്, എല്ലാ തിങ്കളാഴ്ച രാവും ആ ഉമ്മാമ മുഹിയുദ്ദീൻമാരെ ചെല്ലാറുണ്ടായിരുന്നു അവിടുന്ന്. അത് ഈ പള്ളിയുടെ തൊട്ടടുത്താണ്. ഉമ്മാമ പള്ളി തന്റെ വീട്ടിൽ നിന്ന് കച്ചവട പീടികയിൽ നിന്ന് മുഹിയുദ്ദീൻമാരെ ചെല്ലിയാൽ അത് ഈ പള്ളിയിലേക്ക് കേൾക്കും. ഞാനും ഒരു മൊല്ലാക്കയുടെ മകനായതിന്റെ പേരിൽ ചെറുപ്പത്തിൽ തന്നെ ഈ മുഹിയുദ്ദീൻമാരെയും നഫീസത്തുമാലെയും ബദറുബൈത്തും ഒക്കെ പഠിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ 10 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഞാൻ കാണാതെ പഠിച്ചിരുന്നു. അങ്ങനെ ഈ ഉമ്മാമയും മുഹിയുദ്ദീൻമാർ ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ് ഞാനെന്ന്. ഒരു 10-12 വയസ്സേ എനിക്കെന്ന് പ്രായമുള്ളൂ. ആ സമയത്ത് ഉമ്മാമയുടെ കൂടെ ഞാനും ഈ മാല ചൊല്ലാൻ തുടങ്ങി. ഉമ്മാമാക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ആ ഉമ്മാമ എന്നെ അടുത്ത് വിളിച്ചിരുത്തി ഞങ്ങൾ രണ്ടുപേരും കൂടി മാല ചൊല്ലി തീർത്ത് എനിക്കറിയുന്നൊരു ദ്വാരം ഞാൻ ദ്വാർന്ന് ആ ഉമ്മാമ അന്ന് മുതൽ ഉമ്മാമ ആ കച്ചവടം, അഥവാ ഉമ്മാമ കച്ചവടം നിർത്തുന്ന 1963 വരെ ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ഉമ്മാമ എനിക്ക് ഭക്ഷണം തരികയും എന്നിൽ നിന്നൊരു കാശും വാങ്ങാതെ ഉമ്മാമ സന്തോഷത്തിൽ എന്നെ തിരിച്ചയക്കുകയും ചിലപ്പോൾ 1 അണയോ 2 അണയോ എനിക്ക് സദഖ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതാണ് ആ പള്ളിയുടെ ആദ്യത്തെ അവസ്ഥ. 1963-64 കാലഘട്ടത്തിലാണ് അവിടെയുള്ള ആളുകൾ ഈ പള്ളി കയ്യേറാൻ കോഴിക്കോട് ടൗണിലുള്ള ചില ഉൽപ്പതിഷ്ണുക്കൾ കോഴിക്കോട് ടൗൺ ആ പള്ളിയുടെ മുൻഭാഗത്ത് അന്ന് ബസ് സ്റ്റാൻഡ്, പാളയം ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ധാരാളം ബസ്സുകൾ വരും, ആളുകൾ വരും. ഇതൊരു കേന്ദ്രത്തിലെ പള്ളിയാകും, അത് നമുക്ക് തട്ടിയെടുക്കണമെന്ന് അന്നത്തെ വഹാബി പരിശകൾ തീരുമാനിക്കുന്നു. അങ്ങനെ 1964 കോഴിക്കോട്ടുള്ള പൗരമുഖരൊക്കെ കൂടി ഒരു യോഗം ചേരുന്നു. എന്തിന്? പള്ളി പുനർനിർമ്മാണത്തിന്റെ. മഹാനായ മർഹൂം ബാഫഖി തങ്ങളെയും ആ യോഗത്തിലേക്ക് ക്ഷണിച്ചു. സ്വാത്വികനായ നല്ലത് മാത്രം ചിന്തിക്കുന്ന ബാഫഖി തങ്ങൾ ഇവരുടെ ഈ കുൽസിത ശ്രമം, വഞ്ചനാപരമായിരിക്കുന്ന നീക്കം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടു വന്ന് ഇന്നത്തതുപോലെ AP ഉസ്താദ് ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരുപാട് പള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ AP ഉസ്താദ് 3000-ലധികം പള്ളി കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമായി ഇന്ത്യ രാജ്യത്തെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. നാട്ടിലുള്ള ആളുകളൊക്കെ കൂടിയാണ് എടുക്കല്. അങ്ങനെ അവരെല്ലാവരും കൂടി തീരുമാനിച്ചപ്പോൾ ബാഫഖി തങ്ങൾ അതിന് സമ്മതം മൂളി.
ആ സമ്മതം മൂളിയ സമയത്ത് ചന്ദ്രികയുടെ ഒരു കാര്യമായ സ്ഥാനം വഹിച്ചിരുന്ന ഒരു എഞ്ചിനീയർ, അദ്ദേഹം വന്ന് റിട്ടയർഡ് ആയിട്ടുണ്ട്. ആ എഞ്ചിനീയറെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് യോഗം പിരിഞ്ഞു. എഞ്ചിനീയർ ആണെങ്കിലോ കടുത്ത വഹാബിയുമാണ്. അയാൾ ലീഗുകാരനാണ്. ലീഗിൽ കൂടി നുഴഞ്ഞു കയറിയ ആട്ടിൻതോലണിഞ്ഞ ചെന്നായയാണ്. അപ്പൊ ഈ ഒരു വസ്തുതയൊന്നും ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ മനസ്സിലാക്കിയില്ല. 64 തുടങ്ങിയ പണി 64 65 66 പൂർത്തിയാക്കിയില്ല. ഒച്ചിന്റെ വേഗതയിലായിരുന്നു പണി നീങ്ങിയിരുന്നത്. എന്താണ് ഈ വഹാബികൾക്ക് ഒരു ഗൂഢതന്ത്രമുണ്ട്. ഇവർ കള്ളത്തരത്തിൽ ഈ പള്ളി കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരുടെ പേരിൽ? കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പേരിൽ. പള്ളിയോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും. ഈ പള്ളി ഇവർ കള്ള രജിസ്റ്റർ ചെയ്ത് കട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് പണി പൂർത്തിയാക്കി നിസ്കാരം തുടങ്ങിയാൽ സുന്നികൾ സമ്മതിക്കുകയില്ല. രജിസ്ട്രേഷന് കുറച്ച് പഴക്കം വേണം. അങ്ങനെ 1 കൊല്ലം 2 കൊല്ലം